വി.ഡി. സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഹീറോയായി മാറുന്നു എന്നതിനുള്ള ഉത്തരം സതീശൻ പിണറായി അല്ല എന്നുള്ളത് തന്നെയാണ്. പിണറായി ഭരണത്തിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നത് ഇന്നും ട്രോളുകളിൽ നിറയുന്ന ധാർഷ്ട്യത്തിന്റെ മൂർത്തിഭാവമാണ്. പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിമാരുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചാണ്. പിണറായി വിജയന് മാധ്യമങ്ങളെ നേരിടുന്ന അങ്ങനെ ഒരു പതിവ് ഇല്ല. പലപ്പോഴും മൈക്കിനെ കുറ്റം പറഞ്ഞും നാട്ടുകാരോട് ദേഷ്യപ്പെട്ടുമാണ് അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ആകെ ചുരുക്കം വാർത്താ സമ്മേളനങ്ങൾ പിണറായി നടത്തിയത് തന്നെ കഷ്ടപ്പെട്ടും പാർട്ടി മാധ്യമങ്ങളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചുമാണ്. എന്നിട്ട് എഴുതിക്കൊണ്ടുവന്നത് മണിക്കൂറുകൾ വായിക്കും. ശേഷം എല്ലാം കഴിഞ്ഞു, ഇനി ചോദ്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാറാണ് പതിവെങ്കിൽ ആ പതിവ് അപ്പാടെ ഇല്ലാതാക്കി തുരുതുര ചോദ്യങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിൽക്കുന്ന പുതിയ മുഖ്യമന്ത്രിയാണ് മാധ്യമങ്ങളും ജനങ്ങളും ഇപ്പോൾ കാണുന്നത്. ഒരു പതിറ്റാണ്ടിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആ പഴയ ജനാധിപത്യ രീതി വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ വരാന്തകളിൽ തിരികെ എത്തിയിരിക്കുന്നത്. വി.ഡി. സതീശൻ വിളിച്ചു ചേർത്ത ആ പ്രത്യേക ക്യാബിനറ്റ് ബ്രീഫിംഗ് കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കമിട്ടത്. മുൻപത്തെ പോലെ കടുത്ത നിയന്ത്രണങ്ങളോ ഭയപ്പാടോ ഇല്ലാതെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച എല്ലാ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്കും വളരെ ക്ഷമയോടെയും പുഞ്ചിരിയോടെയുമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഒരു മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും തമ്മിൽ എങ്ങനെയായിരിക്കണം സംവദിക്കേണ്ടത് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു ആ നിമിഷങ്ങൾ. യഥാർത്ഥത്തിൽ പഴയകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു തുറന്ന ശൈലി കേരളത്തിന് പുതിയ ഒന്നല്ല. സി അച്യുതമേനോന്റെ കാലം മുതൽക്കേ ക്യാബിനറ്റ് തീരുമാനങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളോട് വിശദമായി പങ്കുവയ്ക്കുന്ന ഒരു നല്ല സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പിന്നീട് കേരളം കണ്ട കരുത്തുറ്റ ഭരണാധികാരികളെല്ലാം മാധ്യമങ്ങളെ തങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഭാഗമായാണ് കണ്ടത്. കെ കരുണാകരന്റെ വാർത്താ സമ്മേളനങ്ങൾ ഒരു രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ വേദിയായിരുന്നു. എത്ര കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലും മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹം മടിച്ചില്ല. മാധ്യമപ്രവർത്തകരുടെ കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തന്റെ തനതായ കള്ളച്ചിരിയോടെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയോടെ അദ്ദേഹം നൽകുന്ന മറുപടികൾ ഒരു പ്രത്യേക കലയായിരുന്നു. മാധ്യമങ്ങളെ കൃത്യമായി ഉപയോഗിക്കാനും അതേസമയം അവരോട് വലുപ്പച്ചെറുപ്പമില്ലാതെ സംസാരിക്കാനും കെ കരുണാകരന് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇ.കെ. നായനാരുടെ വാർത്താ സമ്മേളനങ്ങൾ മലയാളികൾക്ക് എന്നും ഒരു വിരുന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ജനങ്ങൾ ടെലിവിഷനിൽ മുന്നിലിരുന്ന് ചിരിയോടെ ആസ്വദിച്ച ഒരു കാലമുണ്ടായിരുന്നുവെങ്കിൽ അത് നായനാരുടെ കാലത്താണ്. തന്റെ തനത് കണ്ണൂർ ശൈലിയിലുള്ള തമാശകളും മാധ്യമപ്രവർത്തകരെ പേരെടുത്തു വിളിച്ച് പരിഹസിച്ചും ദേഷ്യപ്പെട്ടുമൊക്കെയുള്ള ആ സംസാരം ഒരിക്കലും ധാർഷ്ട്യമായിരുന്നില്ല, മറിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ആത്മബന്ധമായിരുന്നു. അത്രമേൽ സുതാര്യമായിരുന്നു ആ വാർത്താമുറികൾ. ആന്റണിയുടെ കാലമാകട്ടെ തികച്ചും വ്യത്യസ്തമായ ഒരു മാന്യതയുടേതായിരുന്നു. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം സൗമ്യമായി ആരെയും വേദനിപ്പിക്കാതെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു ആന്റണി ശൈലിയും കേരളം കണ്ടിട്ടുണ്ട്. പിന്നീട് വന്ന വി.എസ്. അച്യുതാനന്ദന്റെ കാലത്ത് മാധ്യമപ്രവർത്തകർ വിവാദമൂല എന്ന് വിളിച്ചിരുന്ന ഒരു പ്രത്യേക ഇടമുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്റെ തനത് പരിഹാസ ശൈലിയിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന വി.എസിനെ മലയാളി ഒരുപാട് കണ്ടിട്ടുണ്ട്. ചോദ്യങ്ങൾ എത്ര കടുപ്പമേറിയതാണെങ്കിലും ഒളിച്ചാടാനോ മാധ്യമങ്ങളെ അട്ടിയകറ്റാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു. എണ്ണമറ്റ ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളയുമ്പോഴും ആരോടും ദേഷ്യപ്പെടാതെ എല്ലാവരെയും കേൾക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഒരേ ചോദ്യം തന്നെ 10 പേർ ആവർത്തിച്ച് ചോദിച്ചാലും ഒടുവിൽ ഒരു ചെറിയ ചിരിയോടെ ഉമ്മൻചാണ്ടി അതിനെല്ലാം മറുപടി നൽകുമായിരുന്നു. ജനങ്ങളോടും മാധ്യമങ്ങളോടും അത്രമേൽ ചേർന്നു നിന്ന ഇത്തരം മഹത്തായ ഭരണകാലങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചത്. മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയ പിണറായി വിജയന്റെ ആ ധാർഷ്ട്യ ശൈലിക്കേറ്റ കനത്ത പ്രഹരമാണ് വി.ഡി. സതീശന്റെ ഈ പുതിയ സമീപനം. അതുകൊണ്ട് തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും വലിയ ആവേശത്തോടെയാണ് ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നത്. ബി.വി. പവനൻ, ഹരീന്ദ്രനാഥ് എം.വി., ടി.സി. രാജേഷ് സിന്ധു, ജി.കെ. സുരേഷ് ബാബു തുടങ്ങിയ പ്രമുഖരെല്ലാം വി.ഡി. സതീശന്റെ ഈ നീക്കത്തെ ജനാധിപത്യത്തിന്റെ വലിയൊരു തിരിച്ചുപോകലായി വിലയിരുത്തുന്നു. ഇത് വെറുമൊരു വാർത്താ സമ്മേളനമല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ തളച്ചിട്ടിരുന്ന കേരളത്തിന്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ തിരിച്ചുപിടിക്കലാണ്. ഒരു ദശാബ്ദ കാലത്തെ കടുത്ത മാധ്യമ വിലക്കുകൾക്ക് വിരാമം വിട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് കൃത്യമായ മറുപടി നേടാനുമുള്ള അവകാശം തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ ലോകം. പുതിയ ഭരണാധികാരിയുടെ ഈ തുറന്ന സമീപനവും സുതാര്യതയും വരും ദിവസങ്ങളിലും കേരളത്തിലെ ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുള്ളതാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.